ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റോസ് വാട്ടറിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണല്ലേ റോസ് വാട്ടർ. അപ്പോൾ എന്താണ് റോസ് വാട്ടർ? സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് എങ്ങനെ ഹെൽപ്ഫുൾ ആകും? റോസ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏതൊക്കെയാണ് പ്യുവർ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റോസ് വാട്ടർ? നമ്മൾ വിചാരിച്ചു വെച്ച പല റോസ് വാട്ടറും ശരിക്കും റോസ് വാട്ടർ അല്ല എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് കേട്ടോ. റോസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേര് പോലെ തന്നെ റോസ് പെറ്റൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ. അത് ഡിസ്റ്റിൽഡൊക്കെ ചെയ്ത് സ്റ്റീം ചെയ്ത് എടുക്കുന്നതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോസ് വാട്ടർ നമ്മൾ ഫേസിലും ബോഡിയിലും അതായത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കിയാലും, ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ pH ബാലൻസ് ചെയ്യാനായിട്ട് ഈ റോസ് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റോസ് വാട്ടറിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ റോസ് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ സ്കിന്നിൽ നല്ല ഹൈഡ്രേഷൻ തരാനായിട്ട് ഇത് സഹായിക്കും. സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട്, അതായത് ഡെയിലി യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഇന്നെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലോ വരുന്നല്ല. നമ്മൾ ഡെയിലി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ നമ്മുടെ സ്കിന്നിൽ പോസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും നമ്മുടെ ഈ റോസ് വാട്ടർ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം, അതായത് pH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും പോർസ് ടൈറ്റൻ ചെയ്യുന്നത്, ഗ്ലോ തരുന്നത്, ഹൈഡ്രേഷൻ തരുന്നത്, ഇറിറ്റേഷൻ കുറയ്ക്കുന്നത്, ഇതെല്ലാം നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നിൽ യൂസ് ചെയ്താൽ മാത്രം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ റോസ് പെറ്റൽസ് വാട്ടറിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന റോസ് വാട്ടറിൻ്റെ ബോട്ടിലുകളുടെ പുറത്ത് സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്നോ സ്റ്റീം ഡിസ്റ്റിൽഡ് എന്നോ ഇങ്ങനെയുള്ള ലേബൽസ് എന്തായാലും ആ ബോട്ടിൽസിൻ്റെ പുറത്തുണ്ടായിരിക്കും. അങ്ങനെയുള്ള റോസ് വാട്ടർ മാത്രമാണ് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ. പക്ഷേ ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രൊഡക്റ്റുകളൊന്നും ശരിക്കുള്ള റോസ് വാട്ടർ അല്ല എന്നുള്ള സത്യം ഞാൻ വളരെ പിന്നീട് മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ബോട്ടിൽസ് ഇരിപ്പുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന റോസ് വാട്ടർ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത് റോസ് പെറ്റൽസ് വെച്ചിട്ടല്ല, ഇതിൻ്റെ എസൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ അല്ല എങ്കിലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫേസ് പാക്കുകൾ ചെയ്യുമ്പോഴോ, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലിസറിനുമായിട്ട് മിക്സ് എടുക്കുമ്പോഴോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ റോസ് വാട്ടർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പ്യുവർ ആയിട്ടുള്ള സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ള 2-3 റെക്കമെൻഡേഷൻ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് കേട്ടോ. ഇനി ഈ റോസ് വാട്ടർ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യും, ഹെയർ കെയർ, സ്കിൻ കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യും. അപ്പോൾ ഈ സ്കിൻ കെയറിൽ എങ്ങനെയാണ് യൂസ് ആവുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. റോസ് വാട്ടർ ആക്ച്വലി നമുക്കൊരു ടോണറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് കോട്ടൺ പാഡിലൊക്കെ മുക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽസിൽ നമുക്കിത് നിറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ റോസ് വാട്ടർ നമുക്കൊരു ഹൈഡ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ടോണറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ റെഗുലറായിട്ട് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ റെഡ്നെസ്സോ എന്തെങ്കിലും സ്കിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ഈ റോസ് വാട്ടർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറിറ്റേഷനും റെഡ്നെസ്സും ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും പ്യുവർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള റോസ് വാട്ടർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള റോസ് വാട്ടേഴ്സ് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. ഈ ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഫേസ് പാക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന സമയത്ത് അതിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റീം ഡിസ്റ്റിൽഡ് പ്യുവർ റോസ് വാട്ടർ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ റോസ് വാട്ടർ റെഗുലർലി നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഡയറക്റ്റായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗ്ലിസറിനുമായിട്ട് 1:3 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സ്കിന്നിൽ ഡബിൾ എഫക്റ്റാണ്. ഗ്ലോയും ഹൈഡ്രേഷനും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ വീട്ടിലുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോസ് വാട്ടറിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈവിരൽ കൊണ്ടോ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞൊരു ടോണറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റോസ് വാട്ടർ എടുത്തിട്ട് കോട്ടൺ പാഡിൽ ഡയറക്റ്റ് മുക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്നിൽ. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് അലോവേരയുടെ കൂടെ കറ്റാർ വാഴയുടെ കൂടെ നമുക്ക് ഈ ഒരു റോസ് വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ വീക്കിലി എന്തെങ്കിലും ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്കുകളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു എഫക്റ്റ് തരും. നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗുഡ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. റോസ് വാട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ നമുക്ക് സ്യൂട്ടബിൾ ആണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടറിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിലെ ഫേസിലൊക്കെ ഉള്ള ആക്നെ ഒന്ന് കുറയ്ക്കാനും പോർസൊക്കെ ഒന്ന് ടൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഓയിലി സ്കിന്നിന് നല്ല ഹെൽപ്ഫുള്ളാണ്. ഡ്രൈ സ്കിന്നിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്ട്രീമായിട്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കൺട്രോൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ല നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ടീ സോണിൽ ഓയിലും 2 സൈഡിലും ഡ്രൈയും ആയിരിക്കും. അപ്പോൾ ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ എല്ലാം ഈക്വലി ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം എന്തെങ്കിലും റെഡ്നെസ്സോ ഇറിറ്റേഷൻസോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ആക്കി എടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതും ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞാലും നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ റോസ് വാട്ടറിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ കയ്യിലോ കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. റോസ് വാട്ടറിന് അങ്ങനെ ആർക്കും ഹാർംഫുള്ളായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ സ്കിന്ന് എപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നല്ലൊരു റോസ് വാട്ടർ എങ്ങനെ സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്യുവർ റോസ് വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ, സ്റ്റീം ഡിസ്റ്റിൽഡ് എന്നൊക്കെയുള്ള ഒരു ലേബൽ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അത് മാത്രമല്ല ആഡഡ് ഫ്രേഗ്രൻസ് ഒന്നും കാണത്തില്ല. നമുക്ക് എന്താ പറയുക കറക്റ്റ് ഒരു റോസ് പെറ്റലിൻ്റെ മണമായിരിക്കും ഈ റോസ് വാട്ടറിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ മറ്റ് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡഡ് ഫ്രേഗ്രൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. നാച്ചുറൽ റോസ് പെറ്റൽസിൻ്റെ അല്ലാതെ ഒരു ഫ്രേഗ്രൻസ് കിട്ടും. അപ്പം ഫ്രാഗ്രൻസ് ഇല്ലാത്തത് നോക്കിയെടുക്കുക, അതായത് ആഡഡ് ഫ്രാഗ്രൻസ് ഇല്ലാത്തത് നോക്കിയെടുക്കുക, ആൽക്കഹോൾ ആഡ് ചെയ്യാത്തത് നോക്കിയെടുക്കുക. ഇൻഗ്രീഡിയൻസിൽ എപ്പോഴും റോസ് വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ എന്നുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി കുറച്ച് എന്താ പറയുക പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടറിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അർബൻ ബൊട്ടാനിക്സിൻ്റെ റോസ് വാട്ടർ അവൈലബിൾ ആണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. അതുപോലെ തന്നെ വിഷ് കെയറിൻ്റെ റോസ് വാട്ടർ ഉണ്ട്. അതുകൂടാതെ കോസ്ക്വയർ പ്യുവർ നാച്ചുറൽ റോസ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇനി നല്ലെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ പ്യുവർ റോസ് വാട്ടർ ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ലേബിൾസിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഡിസ്റ്റിൽഡ്, സ്റ്റീം ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ എന്നൊക്കെയുള്ള പേര് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിഷ് കെയർ, കോസ്ക്വയർ, അർബൻ ബൊട്ടാനിക്സ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ടില്ല, എനിക്കൊന്ന് വാങ്ങിച്ചു നോക്കണം. പക്ഷേ വിഷ് കെയറിൻ്റെ റോസ് വാട്ടറിന് ഭയങ്കര റിവ്യൂസ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിന്നിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത്
പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി റോസ് വാട്ടറിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ കൂടെ ചേർത്ത് യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്കിന്നിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി ഡ്രൈ സ്കിന്നിന് റോസ് വാട്ടർ ഗ്ലിസറിൻ്റെ കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാജിക്കിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.